ഒരുത്തനെ പെണ്ണുമ്പോൾ വലിച്ചോണ്ട് പോകുന്നത്. രണ്ടും കൂടെ ഒരു ഒത്തുതീർപ്പിന് വന്നതാ ജഡ്ജിയുടെ അടുത്ത്. എന്നിട്ട് വന്നിട്ട് എന്താ എന്റെ പൊന്നു റൊണാൾഡേ, ഏതോ ഒരു മാക്കാൻ എന്തൊക്കെ അനാവശ്യാണോ പറഞ്ഞത് എന്റെ പൊന്നേ. എന്തൊക്കെ വിറച്ച് കയറി വന്നോ, രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നി എനിക്ക്. എന്നിട്ട് എന്താ പൊട്ടിക്കാഞ്ഞത്? ക്ഷമയല്ല, പേടിച്ച് മൂത്രം ഒഴിച്ചില്ലെന്നേ ഉള്ളു. ഇല്ലടാ, ഇവിടെ വന്നിട്ട് നിങ്ങളെ പറഞ്ഞ എന്തൊക്കെ വൃത്തിയോട് പറഞ്ഞറിയോ ആള്. അതുകൊണ്ട് ഇപ്പൊ സാരില്ല, പോട്ടെ പോട്ടെ. നാളെ മച്ചപ്പേര് വരുമ്പോ എന്റെ പെണ്ണുങ്ങളെ പറഞ്ഞ നീ അവിടെ കൈയും കെട്ടി നോക്കി ഞാൻ സമാനം പറയാൻ പറ്റൂ. അതങ്ങനെ പോകാൻ പറ്റത്തില്ല. അല്ല റൊണാൾഡോ, എടാ കുഴപ്പമില്ലെങ്കിൽ വാ എടാ. ഓ എന്റെ പൊന്നെ, ഇനി ഇതിന് ചെന്നിട്ട് ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുവോ? നിന്നോട് ആര് പറഞ്ഞപ്പോ അവനോട് പറയാ? പിന്നെ പറയണ്ടേ അപ്പതേ ഓടി. ചേച്ചി തന്നെയാണ് ഇതിനൊക്കെ കാരണം. ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇതൊന്നും വേണ്ടാന്ന്. ഓ, ഒരു കുടുംബമുള്ള ഒരു പ്രശ്നമുള്ള കുടുംബത്തിന് ഒരു പരിഹാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു നന്മ ചെയ്യാൻ നോക്കി. പോകാമോ ഒന്ന് ചെല്ലി പോ. ശിവനിത് എവിടെ പോയി കിടക്കുന്ന? എത്ര നേരമായില്ലേ പോയിട്ട്? എന്തിനു നീ ഇങ്ങനെ മുഖം പിടിച്ചേക്കണില്ലേ? ചേച്ചി കോനിഷ്ട് പിടിച്ച ഒത്തുതീർപ്പാക്കൽ ഇന്നത്തോടെ നിർത്തിക്കോണം കേട്ടല്ലോ. ഞാൻ ചേച്ചിയോട് രാവിലെ തന്നെ പറഞ്ഞാണ്, ചേച്ചി എന്നോട് ഇത് വന്ന് പറഞ്ഞപ്പോ ഇത് വേണ്ട നാക്കിന്റെയാണ് ഇത് ഇങ്ങനെ. അത് പറഞ്ഞു എന്റെ നാക്കിന്റെ. അയാള് വന്ന് പോയപ്പോ മുതൽ നിന്റെ വായിന്ന് വേറെ വല്ലതും വന്നിട്ടുണ്ടോ? എങ്ങനെ വരാനാണ്? അതിന് മാത്രമല്ല ഇവിടെ കാണിച്ചു കൂട്ടിയത്. നാട്ടുകാരുടെ വായിരിക്കലും മൊത്തം കേൾപ്പിച്ചിട്ടു. പിന്നെ ഇവളുടെ ഇതാ ഭാഗമൊക്കെ കനകനും ക്ലീറ്റോയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഭാഗ്യം ഇല്ലാഞ്ഞത്. അതിന് എന്ത് 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 അവരില്ലായിരുന്നെങ്കിൽ ഇനി അവരെ അറിയാൻ പോണില്ലേ? അവരെങ്ങനെ അറിയാന്? ഞാൻ പറയുമല്ലോ. നീ പറയോ? പറയാ, അവര് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കാണ്. എന്നാ തങ്ക ഇന്ന് ഈ രാത്രി ഇവിടെ ഇറങ്ങി പോകുന്നു. എങ്ങോട്ടെങ്കിലും പൊക്കോ, അതാ നല്ലത്. നിക്കണ്ട. അങ്ങനെ മനഃപൂർവ്വം അങ്ങനെ അങ്ങോട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നും പറയണ്ട, ഞാൻ പറയും. നോക്കണ്ട, ഞാൻ പറയും. വെറുതെ അല്ലടി നീ ഇങ്ങനെ തന്നെ ഇരുന്ന് പോയത് ഇവിടെ. പറയണുള്ളത് ഇപ്പൊ ഞാൻ കണ്ടായിരുന്നു. പിന്നെ വന്നേക്കുന്നു കള്ളും കുടിച്ച്. നമ്മളെ സ്വന്തം ആള്. എന്റെ പൊന്ന് അങ്ങേട്ടത്തി മേലെ ജംഗ്ഷൻ അടിക്കാനാണ് ഞാൻ ചെന്ന് നോക്കിയ പാരാ സുരേണ്ണ എന്റെ ഓൾ കക്ഷി ഉടങ്ങാവളം പള്ളിപ്പേരാളിന് തല്ലാൻ എന്റെ പിന്നല്ലേ ഇവിടെ കല്യാണം കഴിച്ച്. പിന്നെ എന്റെ പൊന്ന് വേടങ്ങളെ ക്ഷമിക്കണം, ഒരബദ്ധം പറ്റിപ്പോയി. പക്ഷെ റൊണാൾഡിന്റെ ചേച്ചിമാരാണെന്ന് അറിയില്ലായിരുന്നു. അറിയാമായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. സുരേണ്ണ എന്റെ ചേച്ചിമാരെന്ന് പറഞ്ഞ സുരേണ്ട ആരാ? എന്റെ ചേച്ചി അല്ല, എന്നാലും ഒരു മാപ്പ് നിങ്ങൾ ഈ കള്ളു കുടിച്ച കാര്യം ആ മിനി അറിഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ നാണക്കേടാവത്തില്ലേ? അറിഞ്ഞോട്ടെ, നാണക്കേടായിക്കോട്ടെ. എനിക്ക് ധൈര്യമുണ്ട്. എന്റെ കൂടെ ആരായിക്കുന്നത്? എന്റെ കൂടെ നിൽക്കുന്ന ആള് നിസ്സാരക്കാരാ. നിങ്ങൾ മനസ്സിലാക്കണം. തങ്കച്ചേട്ടത്തി പാചകം, വാചകം, പ്രസംഗം, പ്രശ്നപരിഹാരം. ഇനി ഒരു വലിയ സമൂഹം ഇറങ്ങുന്ന ഒറ്റക്ക് കൈതുണ്ട് താനെ തളച്ച ആന നിർത്തുള്ളൂ. തങ്കച്ചേട്ടത്തിന്റെ വില മനസ്സിലാക്കും കുടുംബക്കാര്. എന്നിട്ട് സംസാരിക്കും. അതിനന്തസ്സുണ്ട്. ഒരു നല്ല വാക്ക് എന്നെ പറ്റി പറഞ്ഞ കേൾക്കാൻ ആരുമില്ല.